പ്രിയ ശ്രോതാക്കളെ, വിശ്വാസികളെ, ആമുഖത്തിൽ അവതരിപ്പിച്ച ജീസസ് സഹസ്രനാമത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ നാമം തിരിച്ചുള്ള വ്യാഖ്യാനം ഈ ഭാഗത്ത് പറയാം എന്ന് വിശ്വസിക്കുന്നു. ജീവപന്ഥ പരം സത്യമരൂപോ നരരൂപവാൻ ദാരുപീഠേ മൃതക്രിസ്തു ദേവദൂതവചോ ഭവഃ അഭിഷിക്തശ്ച ഭൂദേശ സച്ചിദാനന്ദ വിഗ്രഹഃ അനാദിദേവഃ സർവജ്ഞോ വിരക്തോ മരിയാത്മജഃ തുടങ്ങിയതിങ്ങനെയാണല്ലോ. ജീവപന്ഥ പരം സത്യം, ജീവനാകുന്നു ഞാൻ, സത്യമാകുന്നു പന്ഥാവ വഴിയാകുന്നു ഞാൻ, പരം ദ സുപ്രീം. സഹസ്രനാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പാരമ്പര്യത്തിൽ ഒരു നാമത്തിന് പുല്ലിംഗത്തിലുള്ള രൂപം, നപുംസകലിംഗത്തിലുള്ള രൂപം, സ്ത്രീലിംഗത്തിലുള്ള രൂപം, ഇതെല്ലാം വേറെ വേറെ നാമങ്ങളായിട്ട് സ്വീകരിക്കാം. അങ്ങനെ പരം എന്നും ദ സുപ്രീം എൻറ്റിറ്റി എന്നുള്ള അർത്ഥത്തിൽ പരം എന്നുള്ളത് ഈശ്വര പര്യായമാണ്. സത്യം അത് നപുംസകലിംഗമാണ്. ദ ട്രൂത്ത്, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം സത്യമാകുന്നു. ഞാൻ ആയിരിക്കുന്നവൻ ആകുന്നു എന്നാണ് ബൈബിളിലെ നിർവചനം. ആയിരിക്കുന്നവനാരോ അവനാണ് ഞാൻ. അതുകൊണ്ട് പരം എന്ന ഒരു നാമം, സത്യം എന്ന മറ്റൊരു നാമം. ഇനി മറ്റൊരു സ്ഥലത്ത് സഹസ്രനാമത്തിൽ സത്യ എന്ന് പുല്ലിംഗമായിട്ടും പ്രയോഗിക്കുന്നുണ്ട്. ജീവ പന്ഥ പരം സത്യം 4 നാമങ്ങളായി. ഇനി അരൂപോ, യാതൊരു ആകൃതിയും രൂപവും നിശ്ചയിക്കാൻ പറ്റാത്തവനാണ് ജഗദീശ്വരൻ. അതുകൊണ്ട് അരൂപോ, എങ്കിലും അവൻ നരരൂപമെടുത്തവനാണ് ഇൻകാർണേഷനിൽ. അതുകൊണ്ട് 6-ാമത്തെ നരരൂപോ ജീവപന്ഥ പരം സത്യം അരൂപോ നരരൂപവാൻ ദാരുപീഠേ മൃത. ദാരുപീഠ പുരുഷാകുന്ന പീഠം. ദാരു മരം, മരപീഠത്തിൽ മരിച്ചവൻ അല്ലെങ്കിൽ അമൃത, മരിക്കാത്തവനെന്ന് അർത്ഥമെടുക്കാം. കുരിശുമരണത്തിൽ നിന്ന് അതിജീവിച്ച് വന്ന് ഉയർത്തവൻ എന്നും ആ നാമം സ്വീകരിക്കാം. ദാരുപീഠേ മൃത എന്നതുപോലെ ദാരുപീഠേ അമൃത എന്നും നാമം വരാം. ക്രിസ്തു അഭിഷിക്തനാണവൻ, അതുകൊണ്ട് ക്രിസ്തു. ഇനി അടുത്ത നാമം ദേവദൂതവചോ ഭവ. ദേവദൂതൻ്റെ വചസ്സിൽ, ഗബ്രിയേൽ എന്ന ദൈവദൂതൻ്റെ വചസ്സിൽ ഉത്ഭവമെടുത്തവൻ. ദ വൺ ബോൺ അറ്റ് അനൗൺസിയേഷൻ, ദാറ്റ് ഈസ് ജീസസ്. അപ്പോൾ 1-ാമത്തെ ശ്ലോകത്തിലെ നാമങ്ങളുടെ എണ്ണം ഇനിയും പെരുക്കി പറയാം. ദേവദൂത വചഃ, വചനം, ഉദ്ഭവ ജനിച്ചവൻ, ഉത്ഭവമെടുത്തവൻ, അങ്ങനെ 3 നാമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ 11, 3, 14 നാമങ്ങൾ വരെ ഈ 1-ാമത്തെ
ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചെടുക്കാം. ഭക്തന് ഈ നാമം ഉച്ചരിക്കുമ്പോൾ തോന്നാവുന്ന ധ്യാനചിന്തകൾ ഇത്രയാണ്: ജീവ ജീവ വിരാജതേ, ജീവൻ വിരാജിക്കുന്നു. പന്ഥാ നയതി, വഴി നയിക്കുന്നു. പരം സത്യം, the supreme truth is ever existing. ഇങ്ങനെ ഉള്ള ദൈവഗുണങ്ങളാണ് ഭക്തന് ഈ ഓരോ നാമം പറയുമ്പോൾ മനസ്സിൽക്കിടെ കടന്നു പോകുന്നത്. ഒന്നുകൂടി എണ്ണി പറയാം: ജീവ, പന്ഥ, പരം സത്യം, അരൂപോ നരരൂപവാൻ, ദാരുപീഠേ മൃത, ക്രിസ്തു ദേവദൂതവചോ ഭവ. ഇത്രയും നാമങ്ങളുടെ പട്ടിക 4 പാദങ്ങളുള്ള അനുഷ്ഠുപ് ശ്ലോകത്തിലാണ് അടുക്കി വച്ചിരിക്കുന്നത്. 8 അക്ഷരമുള്ള 4 വരി, അതാണ് അനുഷ്ഠുപ്. ഇനി രണ്ടാമത്തെ ശ്ലോകം: അഭിഷിക്തഃ, the anointed one. വിശിഖ, അവനാണ് അഭിഷിക്തൻ. അഭിഷിക്തശ്ച ഭൂതേശ, സർവചരാചരങ്ങളുടെയും നാഥനാണവൻ. സത്, ഉണ്മയാണവൻ. ചിത്, ചിത് സ്വരൂപനാണവൻ. ആനന്ദ വിഗ്രഹ, ആനന്ദം സ്വരൂപമെടുത്തവനാണവൻ. അപ്പോൾ അതിൻ്റെ അകത്തും അനേകം നാമങ്ങൾ കോർത്തിണങ്ങിയിരിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിലും. അഭിഷിക്തശ്ച ഭൂതേശ സച്ചിത് ആനന്ദ വിഗ്രഹ. അടുത്തത് നാമം അനാദിദേവ, ആദിയില്ലാത്ത അവൻ. അനാദിദേവ സർവജ്ഞോ, എല്ലാം അറിയുന്നവനാണ്. സർവജ്ഞോ വിരക്തോ, ഒന്നിലും ആസക്തിയില്ലാത്തവൻ, ഒട്ടിപ്പിടിക്കാത്തവൻ. നിസ്സംഗൻ ആയ മരിയാത്മജ, മാതാവിൻ്റെ മരിയ എന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മകൻ. ഇങ്ങനെ 2 ശ്ലോകങ്ങൾ പറഞ്ഞപ്പോഴേക്കും 20 ചില്ലുവാനും നാമങ്ങൾ ഭക്തൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ജീവപന്ഥാപരം സത്യം, അരൂപോ നരരൂപവാൻ, ദാരുപീഠേ മൃത, ക്രിസ്തുർ ദേവദൂതവചോ ഭവ. അഭിഷിക്തശ്ച ഭൂതേശ സച്ചിദാനന്ദ വിഗ്രഹ, അനാദിദേവ സർവജ്ഞോ വിരക്തോ മരിയാത്മജഃ. ജീസസ് സഹസ്രനാമത്തിലെ 2 ശ്ലോകങ്ങൾ